നമുക്ക് അച്യുതൻ നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ശരിയാണ്. അച്യുതൻ, ഏതൊക്കെ യോഗങ്ങളാണ് ഇന്ന് രാവിലെ വളരെ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? എന്തൊക്കെയാണ് ഡൽഹി ബ്യൂറോയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സുകൾ? SK ഇന്ന് പ്രതിരോധ മന്ത്രി സംയുക്ത സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള ചില വിവരങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നത്. അതായത് നിലവിൽ ഇന്നലെ ഉണ്ടായ സാഹചര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് തയ്യാറെടുക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി അടിയന്തരമായി തന്നെ 3 സേനാ മേധാവികളുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആശയവിനിമയം നടത്തി സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BSF DGയുമായും CISF DGയുമായും ഇന്നലെ ആശയവിനിമയം നടത്തി. എന്തായാലും അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആശങ്കകൾ, അതായത് പാക് പ്രകോപനം ഉണ്ടായാൽ സ്വീകരിക്കേണ്ടതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കൂടി കൂടുതൽ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കൂടി കടക്കുന്നതിലേക്കുള്ള ചർച്ചകളായിരിക്കും ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ന് നടക്കുക. അതിനു മുൻപേ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഇന്ന് രാവിലെ നടത്തുന്ന വാർത്താ സമ്മേളനമാണ്. അതിലായിരിക്കും കൃത്യമായ വിവരം ഇന്ത്യ പങ്കുവയ്ക്കുക. ഈ പാകിസ്ഥാനകത്ത് എത്ര ഇടങ്ങളിലാണ് ഇന്നലെ രാത്രി ഇന്ത്യ തിരിച്ചടി നടത്തിയത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലായിരിക്കും പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ, സൈനിക നടപടികളാണ് സ്വീകരിച്ചത് എന്നതിൻ്റെ വിശദീകരണം ഉൾപ്പെടെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനമാണ് നടക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ത്യ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. അത് 12 ഇടങ്ങളിലായിട്ടാണ്